ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് പറയുന്നതിന് മുമ്പേ ഇന്നലെ രാത്രിയിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. എന്താണെന്നല്ലേ, പ്രൊമോയിലൊക്കെ എല്ലാവരും കണ്ടു കാണും. ഇനിയിപ്പോൾ എപ്പിസോഡ് ഇതേ വരാൻ പോകണു, അപ്പോൾ അതിലൊക്കെ കാണിക്കും. പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്താണ് നടന്നത്? അനിമോൾ രാത്രി പാതിരാത്രിയിലാണ് സംഭവം. അനീഷൊക്കെ ഉറങ്ങിക്കഴിഞ്ഞു. അനീഷ് ഒരു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു കുളിച്ച് വൃത്തിയായി ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് അനീഷ് ഉറങ്ങും. പക്ഷേ 12:30 1 മണി 1:30 ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞും വർത്താനം പറഞ്ഞും ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. കുറച്ച് ആൾക്കാരെല്ലാം മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അനീഷ് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ലക്ഷ്മി ഉറങ്ങാറുണ്ട്. അപ്പോൾ അനീഷ് രാവിലെ, അതുകൊണ്ടാണല്ലോ രാവിലെ അനീഷിന് ഉണരാനും പറ്റണേ. അനീഷ് ഒരു കൃത്യനിഷ്ഠതയോടു കൂടിയാണ് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നലെ രാത്രി അനീഷൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആര്യനും അക്ബറും കൂടി അനിമോളോട് വിശക്കുന്നു എന്ന് പറയുന്നു. ആര്യൻ പറയുന്നുടാ, എനിക്ക് വിശക്കുന്നടാ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്തായാലും രാത്രിയാകുമ്പോൾ ഒരു ലൈവ് അപ്ഡേറ്റ്സ് ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്, എല്ലാം കൂടി ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അനിമോൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഇതുവരെ ഇടാഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ അനിമോളെ ഇഷ്ടപ്പെടുന്ന, എന്നെപ്പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും രാത്രിയിൽ അനിമോളോട് പറയുവാണ്, ആര്യൻ പറയുവാണ്, ഡാ എനിക്ക് വിശക്കുന്നടാ, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തടാന്ന് പറയും. അപ്പോൾ അനിമോള് പറഞ്ഞു, വിശക്കുന്ന ഇപ്പം എന്ത് ചെയ്യാനാ, രാത്രി നീ കിടന്ന് ഉറങ്ങും. അപ്പം നൂറ പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങടാ, നീ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ അങ്ങ് വിശപ്പങ്ങ് മാറും, രാവിലെ ഉണ്ടാക്കാം. അപ്പം നേരത്തെയാണ് ഇന്നലെ രാത്രിയിൽ ഡിന്നർ കൊടുത്തവർ നേരത്തെയാണ് രാത്രിയിലെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അത് അനിമോൾക്കറിയാം. അനിമോളാണല്ലോ കിച്ചൺ ടീമിൻ്റെ ആൾ. അപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആണല്ലോ. അപ്പോൾ കുറേ നേരം പറഞ്ഞു, അക്ബർ പറഞ്ഞു, മുട്ട പൊരിച്ച് തന്നാതെ, അവൻ്റെ മുട്ട ഫ്രിഡ്ജിലുണ്ടല്ലോ, അപ്പോൾ ഞങ്ങളുടെ മുട്ട പൊരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിമോൾ ഉടനെ അങ്ങോട്ടാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ ഞാൻ മുട്ട പൊരിച്ച് തരാം എന്നും പറഞ്ഞ് അനിമോൾ എഴുന്നേറ്റു. അപ്പം നൂറയും ആദിലയും പറയുന്നുണ്ട്, നീ പോയി കിടന്ന് ഉറങ്ങടാ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നൂറ ഉടനെ പറയുന്നു, ക്യാപ്റ്റൻ അനിമോളല്ലല്ലോ, ക്യാപ്റ്റൻ ഷാനവാസിക്കല്ലേ, അപ്പോൾ ഷാനവാസിക്കയോട് പോയി ചോദിര്. അപ്പോൾ ഷാനവാസിക്കയോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നടക്കത്തില്ല എന്നും അനിമോൾക്കറിയാം. അത് അനിമോൾ ഇന്ന് ലക്ഷ്മിയോടുത്ത് ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ട്. അപ്പോൾ അനിമോൾ വിചാരിച്ചപ്പോൾ ഇവർക്കെല്ലാം വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അനിമോൾക്കും വിശക്കുന്നുണ്ടായിരുന്നു, അതിലേക്കും നൂറയ്ക്കും വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ അനിമോൾ എഴുന്നേറ്റ് കിച്ചണിൽ ചെന്നപ്പോൾ അക്ബർ ആയിരുന്നു കടലമാവ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കടലമാവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ കടലമാവ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കലക്കി കടലമാവ് വെച്ചിട്ട് അപ്പം ചുടാം എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അപ്പം ചുട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ആര്യനും അക്ബറിനും ഓരോ കടൽമാവ് വെച്ചിട്ട് ഓരോ അപ്പം ചുട്ട് കൊടുത്തു. 2 അപ്പത്തിൽ ഒരപ്പം ആദിലേക്കും ഒരപ്പം നൂറയ്ക്കും ഉണ്ടാക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നെവിൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലേക്ക് പോയ അനിമോളെ നെവിൻ തടഞ്ഞു നിർത്തി. അപ്പോൾ ചോദിച്ചു, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കടലമാവ് കൊണ്ട് അപ്പം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരപ്പം അക്ബർ തിന്നു, ഒരപ്പം ആര്യന് കഴിച്ചു. അവർ കഴിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് 2 അപ്പം ഇവർക്ക് വേണ്ടി, നൂറാക്കും ആദിലയ്ക്കും വേണ്ടി കൊണ്ടുവരുന്ന സമയത്താണ്. അപ്പോഴത്തേക്ക് അത് വഴക്കായി പിടിച്ചു പറിക്കാനായിട്ട് പോയിച്ചു. അപ്പോൾ അപ്പോഴത്തേക്ക് നൂറ ഉടനെ, നീ എന്തിനാണ് കടലമാവ് എടുത്തത്, എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അത് നീ എന്നിട്ട് നൂറയും ആദിലയും കൂടി പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ഉച്ചയ്ക്ക് അനിമോള് നെവിൻ എന്തോ ഒരു ഉള്ളി എടുത്ത സമയത്ത് നെവിനോടൊരു ഇഷ്ടക്കേടുണ്ടല്ലോ. കാരണം നെവിൻ കുറേ ദിവസമായിട്ട് അനിമോളെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. അപ്പം നീ ഉള്ളി എടുത്തപ്പം അവൻ ഉള്ളി എടുത്തപ്പോൾ നീ സമ്മതിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ കടലമാവ് എടുത്തത്, ഇതെല്ലാവർക്കും ഉള്ള റേഷനല്ലേ എന്ന് നൂറയും ആദിലയും കൂടി ചോദിച്ചു. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നെവിൻ അത് മറന്നിരിക്കുമായിരുന്നു. അതപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു നൂറയും ആദിലയും ചെയ്ത്. അപ്പോഴത്തേക്ക് എല്ലാവരും കൂടി അനിമോളുടെ നേരെ ചെന്നു. അനിമോൾ തെറ്റാണ് ചെയ്തത്, അനിമോളുടെ അനിമോൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം, അങ്ങനെ പറഞ്ഞ് എല്ലാവരും, ഷാനവാസിക്ക എല്ലാവരും ഉൾപ്പെടെ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും അക്ബറും ആരും അനങ്ങാൻ നിൽക്കുക. കാരണം അവർ കഴിച്ചു. പക്ഷേ രണ്ട് ദോശ കയ്യിലിരിപ്പുണ്ടല്ലോ, കടലമാവ് വെച്ച് ഉണ്ടാക്കി 2 ദോശ പുള്ളിക്കാരുടെ കയ്യിലിരിപ്പുണ്ട്, അനിമോളുടെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആദിലയും നൂറയും ഭയങ്കരമായിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെയും കാട്ട് കൂടുതൽ അനിമോളുടെ നേരെ ചെന്നു. അപ്പോൾ എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ ആ ദോശ തട്ടിപ്പറിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് പാത്രത്തിൽ നിന്ന് ഒരു ദോശയങ്ങ് തെറിച്ച് വീണ്, തെറിച്ച് താഴെ പോയപ്പോഴത്തേക്ക് അതെടുത്ത് 2ഉം കൂടി എടുത്ത് ഒരുമിച്ച് അനിമോൾ വായിലോട്ട് കുത്തിക്കയറ്റി.
അപ്പോൾ വായിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യനും അക്ബറുദ്ദീൻ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ദോശയാണ് അവൾക്കപ്പോൾ തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു കയറി ഇറങ്ങി വന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ട് പിന്നെ അനുമോളെ കുറ്റപ്പെടുത്തി. അപ്പോൾ അനുമോളെ സംബന്ധിച്ചും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ ഫ്രണ്ട്സൊക്കെ ചൂണ്ടിക്കാട്ടാം. പക്ഷേ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഫ്രണ്ട്സും കൂടി അതിനേക്കാൾ കൂടുതൽ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിലവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം ഗെയിമെന്ന് ഉദ്ദേശിക്കാതെ നമ്മളിത് റിയാലിറ്റി ഷോയാണ്. എല്ലാവരും നൂറായും ആദിലയും പറഞ്ഞുകൊണ്ട് ഇതൊരു ഗെയിമാണ്, ഇതൊന്നും റിയൽ ലൈഫല്ല. ഒരു റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഇത് റിയൽ ലൈഫും കൂടിയാണ്. ഈ ഫ്രണ്ട്ഷിപ്പിലൊക്കെ റിയൽ ലൈഫൊക്കെ ഉൾപ്പെടുത്താം. അല്ലാണ്ട് ഗെയിമിലാണ് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ പിന്നെ നമ്മൾ സ്ട്രാറ്റജി ആയിട്ടോ നമ്മൾ ഗെയിമായിട്ടോ കളിക്കാം. പക്ഷേ അത് കഴിയുമ്പോൾ ആ ഒരു ഗെയിം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഒരു സിൻസിയർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം. അല്ലാണ്ട് ഫേക്കായിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് പ്രേക്ഷകർക്ക് മനസ്സിലാവും. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് കളിക്കണേ? ഹൗസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇവർ കളിക്കണേ. ഇവർ കളിക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. പ്രേക്ഷകരാണ് അവരെ നിർത്തണോ നിർത്തണ്ടായോ എന്ന് ആലോചിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ ഒരു നിമിഷം കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഒരാളെ തള്ളി പറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ആദിലയും നൂറയും അനുമോളെ ചുറ്റിപ്പറ്റി അനുമോളെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ. ചുറ്റിപ്പറ്റി അനുമോളെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും പട്ടാ ഗേൾസ് എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ചെറിയ തെറ്റ്, ഇതിപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമാണ്, രാത്രിയിലാണ് ഒരാൾ വയറ് വിശക്കുന്നു എന്ന് പറഞ്ഞ് ശരിയാണ്, അനുമോൾ ചെയ്തത് തെറ്റാണ്. അനുമോൾ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ക്യാപ്റ്റനോട് ചോദിക്കാമായിരുന്നു, ക്യാപ്റ്റനോട് ചോദിച്ചാൽ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വിശക്കെന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്താൽ ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് വിശക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ചു എന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്നു. അത് അനുമോളുടെ ന്യായം. പക്ഷേ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. അപ്പോൾ അതേ ന്യായം തന്നെ എന്തുകൊണ്ടാണ് ഒരു ഉള്ളി ചോദിച്ചപ്പോൾ നെവിൻ്റെ അടുത്ത് ഉള്ളി തരത്തില്ല എന്ന് പറഞ്ഞതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യമാണ്. പക്ഷേ നെവിൻ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നെവിൻ കുറേ ദിവസമായിട്ട് അനുമോളെ ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ദേഷ്യം വെച്ചിട്ടാണ് അവന് കൊടുക്കാത്തത്. അല്ലാണ്ട് അവൻ കഴിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയൊന്നും ആയിരിക്കത്തില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദിലയും നൂറയും ഭയങ്കര ദേഷ്യത്തിൽ അനുമോളോട് ഭയങ്കരമായിട്ട് അനുമോളെടുത്ത് തിരിഞ്ഞപ്പോഴത്തേക്ക് അനുമോൾക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായി. അപ്പോൾ അനുമോൾ പിന്നെ അവരോട് മിണ്ടിയിട്ടില്ല. പലതവണ ഇപ്പോൾ ഇന്ന് രാവിലെയും അനുമോളെടുത്ത് മിണ്ടാൻ ഒരുപാട് ശ്രമിച്ചു ആദിലയും നൂറയും. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ഒരു പ്രാവശ്യം ഈ ഒരു നമ്മുടെ ജിസേൽ ആര്യൻ പ്രോബ്ലം വന്ന സമയത്ത് ഈ ഒരു ഡെമോ കാണിക്കുന്ന ഒരു കാര്യം പറഞ്ഞ് ഡെമോ കാണിപ്പിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്ന ആൾക്കാരാണ് ഈ ആദില ഉൾപ്പെടെയുള്ള ആൾക്കാരും. എന്നിട്ട് ലാലേട്ടൻ തിരിഞ്ഞോ അല്ലെങ്കിൽ ജനങ്ങൾ തിരിഞ്ഞ് കാണും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒറ്റ നിമിഷം കൊണ്ടാണ് ആദില അനുമോളെടുത്ത് യു ആർ സച്ച് എ ഫേക്ക് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് അലറിയത്. അപ്പോൾ തന്നെ ആദിലയുടെ ക്യാരക്ടർ നമുക്ക് എക്സ്പോസ്ഡ് ആയതാണ്, മനസ്സിലായതാണ്. എന്നുവെച്ചാൽ അത്ര ഒരു ഫ്രണ്ട്ഷിപ്പ് ആയതിനു ശേഷം ആ ഫ്രണ്ട്ഷിപ്പ് ഒറ്റ നിമിഷം കൊണ്ടാണ് തകർത്തെ. അത് പുറത്തുള്ള പ്രേക്ഷകർ അനുമോൾക്കെതിരാകുന്നു എന്ന് തോന്നിയപ്പം ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വാല്യൂ ഇവർ കൊടുക്കുന്ന ആൾക്കാരല്ല. അവരൊരു ഫ്രണ്ട്ഷിപ്പിനെന്നല്ല, അവരൊരു റിലേഷന് പോലും വാല്യൂ കൊടുക്കത്തില്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം പാരൻസ് അവർ പറയുന്ന പാരൻസ് ത്രട്ടൺ ചെയ്തു, പാരൻസ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. പാരൻസ് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഇന്ന് കാര്യങ്ങളുണ്ട്. എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ ഇൻ്റർവ്യൂയിലും അവർ പാരൻസിനെ പറയുന്ന എന്തുമാത്രം മോശമായ കാര്യങ്ങളാണ്. എന്നിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇരുന്ന് പറയുന്നു, ഇന്നും പറയുന്നു കേട്ടോ, നമ്മുടെ പാരൻസ് വന്നില്ലെന്ന്. പാരൻസ് വരാൻ പറയുന്നത് തന്നെ ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ അനുമോളുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അനുമോൾ എന്തായാലും ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരു ഗ്യാങ്ങാണ്, അനുമോൾക്ക് നെഗറ്റീവ് ആവുന്ന ഗ്യാങ് ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ ആദില നൂറയുടെ കൂട്ടുകൂടിയതിന് ശേഷമാണ് ഞാൻ അനുമോളുടെ വീഡിയോ പോലും ചെയ്യാത്തത്. ഉള്ളത് പറയല്ല, അനുമോളെക്കുറിച്ചുള്ള അനുമോൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പോലും ചെയ്യാൻ ഞാൻ മടിച്ചത് ഈ ആദില നൂറയുടെ കൂട്ടുകൂടിയാണ്. അതായത് ആവശ്യമില്ലാത്ത അനാവശ്യമായി കൂട്ടുകെട്ടാണ്. എനിക്കറിയാം ഈ ആദിലയും നൂറയും തീർച്ചയായിട്ടും പുറകിൽ നിന്ന് കുത്തും, ഉറപ്പായിട്ടും കുത്തും. അതൊരു കട്ടപ്പയെന്നൊന്നും പറയാൻ പറ്റില്ല. കട്ടപ്പ ആത്മാർത്ഥതയുള്ള മനുഷ്യനായിരുന്നു ആ സിനിമയിൽ. പക്ഷേ ഇത് കട്ടമീന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇത് അവരവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഷാനവാസ് പെങ്ങളാണ്, അല്ലെങ്കിൽ ആങ്ങളെയാണ്, ചേട്ടച്ചനാണ്, അല്ലെങ്കിൽ പോട്ടെ അച്ഛനാണ്, വാപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഷാനവാസിനെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഒറ്റ നിമിഷം കൊണ്ടാണ് രാത്രി വന്നിരുന്ന ഷാനവാസിനെ അവർ തള്ളിപ്പറയാൻ തീരുമാനിച്ചത്. അപ്പോൾ അവർക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പോ ഈ ബന്ധങ്ങളോ ഒന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു വാല്യൂം അവർ കൊടുക്കുന്ന ആൾക്കാരല്ല. കൊടുക്കുന്ന
പെൺകുട്ടികളല്ല അവർ, ലെസ്ബിയൻ ഗേൾസ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് കയറിപ്പോകണം. അതെല്ലാ മനുഷ്യനും അങ്ങനെ തന്നെ ആണല്ലോ. അവനവന് വിജയിക്കണം, അത് കറക്റ്റാണ്. ഇതൊരു റിയാലിറ്റി ഷോയാണ്, അവരവർക്ക് വിജയിക്കണമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തല്ല, പിന്നെ അതിനൊന്നും പോവരുത്. ഇപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 എനിക്ക് കാണാൻ കഴിഞ്ഞത് യാതൊരു തരത്തിലുള്ള വാല്യൂം ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്നേഹത്തിനൊന്നുമില്ല. അതിനകത്ത് ഒരു ഇത്തിരിയെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയത് അപ്പാനിയായിരുന്നു. ആ കാര്യത്തിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ അപ്പാനിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപ്പാനി പുറത്തു പോയത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പാനി എന്ന് പറയുമ്പോൾ അപ്പാനി ഒരു അപ്പാനിയെക്കുറിച്ച് ചിന്തിക്കാതെ അപ്പാനി ചുമ്മാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ എല്ലാം വളരെ മോശമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അപ്പാനി ഇപ്പം വീട്ടിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഉള്ളത് പറയല. അപ്പാനി അക്ബറും ആരും അപ്പാനി അക്ബറും തമ്മിലുള്ള ഒരു ഭയങ്കര റിയൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു അത്. അല്ലാതെ ഇപ്പോൾ ഒരു റിയൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ അക്ബറും ആര്യനും തമ്മിലിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും അത് ആര്യനെ സംബന്ധിച്ചുള്ള അക്ബറിൻ്റെ കൂടെ നിന്നാൽ കാര്യം നടക്കും, അല്ലെങ്കിൽ കുറച്ച് വോട്ടുകളൊക്കെ കിട്ടും എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ അക്ബർ ആര്യൻ്റെ കൂടെ നിൽക്കുന്നത് ജിസേലിൻ്റെ വോട്ട് എന്തായാലും ആര്യന് വീഴും. പിന്നെ ആര്യന് നല്ല പൈസയൊക്കെ ഉണ്ട്, ഉറപ്പായിട്ടും വലിയ ഹൈ ആയിട്ടുള്ള ഒരു PR ടീമിനെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവുമെന്ന് അക്ബറിനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ആര്യനുമായിട്ട് കൂടുതൽ ഒട്ടി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഇതൊരു റിയൽ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ നെവിനുമായിട്ട് എന്നിരുന്നപ്പോൾ അക്ബർ ചോദിക്കുന്നിട്ട്, ഞാൻ ഈ പ്രാവശ്യം പുറത്ത് പോകുമായിരിക്കും, പുറത്ത് പോകുമ്പോൾ നിൻ്റെ ഫോൺ നമ്പറൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിന്നെ വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും അപ്പോൾ പറയുന്നിട്ട് അത് നമുക്ക് എങ്ങനെയും ചെയ്യാം, നീ പുറത്തൊന്നും പോകില്ല, അത് ആരെയും പറയും, നീ പുറത്തൊന്നും പോകില്ല, അപ്പോൾ ലക്ഷ്മി ആയിരിക്കും പുറത്ത് പോകുന്നവരെ വിചാരിച്ചിരിക്കുക, അക്ബർ അല്ലെങ്കിൽ ലക്ഷ്മി. ഇതാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ. ഈ ഹൗസിനുള്ളിലുള്ളവർക്ക് എന്താ പുറത്ത് നടക്കുന്ന അറിയാൻ പറ്റില്ല, എന്നാൽ പോലും അവരുടെ തെറ്റിദ്ധാരണയാണ്. പിന്നെ നൂറയൊക്കെ എന്ത് കളയും, ലക്ഷ്മി പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്തതിന് ചൊറിയാനെങ്കിലും പോകും. ഈ നൂറ എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നാണ് ഇവർ 3 പേരും കൂടി ഇരുന്ന് പറയുന്നത് നമ്മൾ ലൈവിൽ കണ്ടത്. അപ്പോൾ ഈ ആദില നൂറയെ സംബന്ധിച്ചുള്ള ആദിലയ്ക്ക് നൂറയ്ക്ക് ഒരു കളിയില്ല. ഇവരെ അനിമോൾ കൂടെ കൂട്ടിയത് എന്നോട്ട് കൂടെ കൂട്ടി അന്ന് അനിമോൾ നെഗറ്റീവായി തുടങ്ങി. അനിമോളുടെ ഫാമിലി വന്നപ്പോഴെങ്കിലും അത് സൂചിപ്പിക്കണമായിരുന്നു. പക്ഷേ അവരെന്താ സൂചിപ്പിച്ച് ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. എന്നിട്ട് കിച്ചണിൽ കയറണം, നീ അടുക്കളക്കാരിയല്ലല്ലോ എന്നും കൂടി ചോദിച്ചു. അതോടുകൂടി അനിമോളുടെ ഗ്രാഫ് താഴോട്ടാണ് പോരുന്നത്. കാരണം കിച്ചണിൽ കയറണ്ടാലോ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യാനല്ലേ കയറുന്നത്. അതൊരിക്കലും അത് മോശമായ കാര്യമല്ല. കിച്ചണിൽ കയറിയിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുമ്പോൾ പ്രസന്നമായ മുഖത്തോട് അല്ലെങ്കിൽ സന്തോഷത്തോടെങ്കിലും ഒരു ഭാവമെങ്കിലും അഭിനയിക്കാൻ അറിയാലോ. അങ്ങനെയെങ്കിലും ഒന്ന് വിളമ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ എപ്പോഴും സന്തോഷമായിട്ട് വിളമ്പി കൊടുക്കണം. അല്ലെങ്കിൽ കഴിക്കുന്ന ആൾക്കാർക്ക് അത് കഴിക്കാൻ പറ്റില്ല. അതിനുമാതിരി നമ്മളെ ഒരാളോട് വഴക്കിട്ടിരുന്നിട്ട് എന്നാ വേണമെങ്കിൽ തിന്നെ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുത്താലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ അത് ആ ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് ഇറങ്ങുന്ന പോട്ട് ആ ഭക്ഷണം വിഷമാണെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും ഇത് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു ഷോയാണ്. അത് മനസ്സിലാക്കാതെ ചെയ്തതാണ് കുഴപ്പം. അത് പാരൻസ് വന്നപ്പോൾ അല്ലെങ്കിൽ അമ്മ വന്നപ്പോൾ കൂട്ടുകാർ ചേച്ചി വന്നപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അത് പറഞ്ഞു കൊടുക്കാതെ ഈ ഗേൾസിൻ്റെ കൂടെ, ലെസ്ബിയൻ ഗേൾസിൻ്റെ കൂടെ കൂട്ടുകൂടാനും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അത് തന്നെ അനിമോളുടെ ഗ്രാഫ് താഴോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ്. എന്തായാലും അനിമോൾ ഈ ഗ്യാങ്ങിൽ നിന്ന് മാറിയത് എത്ര കൊണ്ടും അനിമോൾക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പോയിന്റ് നിലയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആര്യനാണ് കേട്ടോ. ആര്യന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ പോയിൻ്റാണ് 3 ദിവസത്തെ വീക്കിലി ടാസ്കിൻ്റെ ടോട്ടൽ പോയിന്റ്. ആദിലേക്ക് 133 പോയിൻ്റാണ്, അനീഷിന് 198, ആര്യന് 261, നൂറ 95, ലക്ഷ്മി 115, ഷാനവാസ് 107, അനിമോള് 188, നെവിൻ 149, അക്ബർ 90, സാബുമാൻ 69. അപ്പം ഇതാണ് വീക്കിലി ടാസ്കിൻ്റെ ഒരു പോയിന്റ് നില. അതിൽ ഇന്നത്തെ പോയിന്റ് ഏറ്റവും കൂടുതൽ നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിക്കയാണ്. ഷാനവാസിന് 59 പോയിന്റ് ഇന്നത്തെ ദിവസം കിട്ടി. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനാണ് 51 പോയിന്റ്. അതിങ്ങനെ ടോട്ടൽ കൂട്ടിയിട്ട് 3 ദിവസത്തെ വീക്കിലി ടാസ്കിൻ്റെ പോയിന്റ് നിലയിൽ 1ാം സ്ഥാനം വന്നിരിക്കുന്നത് ആര്യനാണ്. 2ാം സ്ഥാനം അനീഷാണ്. അത് ആര്യനെ പോയിന്റ് നില വന്നതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ഒരു കോയിൻസ്, ഈ സ്ക്രാച്ച് ആൻഡ് വിൻ കോയിൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കള്ളത്തരമൊക്കെ ആര്യൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പലതും സ്ക്രാച്ച് ചെയ്തിട്ട് എടുത്തിട്ടില്ല. സ്ക്രാച്ച് ചെയ്ത് പണിയാന്ന് കണ്ടപ്പോൾ എടുക്കാത്തതുണ്ട്, പിന്നെ ഒളിച്ചു വെച്ചതുണ്ട്. എല്ലാം സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ആര്യൻ എടുത്തത്. പക്ഷേ എന്നാലും നന്നായിട്ട് കളിച്ചു. എല്ലാം 11, 10, 15 ഒക്കെ കോയിൻസ് കളക്ട് ചെയ്തു.
നമ്മൾ കളിച്ചെന്ന് തന്നെ പറയണമല്ലോ. പക്ഷേ ഇന്നലത്തെ ആ ഒരു ടാസ്കിൽ അക്ബറിന് കിട്ടാഞ്ഞുകൊണ്ട് അക്ബറിൻ്റെ രണ്ടാമത്തെ റൗണ്ടിൽ അക്ബറിൻ്റെ കോയിൻസ് മോഷ്ടിക്കപ്പെട്ടു. ആദില മോഷ്ടിച്ചത് കാരണം പിന്നീട് ലാസ്റ്റ് റൗണ്ടിൽ വന്നപ്പോൾ അക്ബർ 30 പോയിൻ്റ് ആയിരുന്നു, മീൻസ് 6 പാവയായിരുന്നു. അപ്പോൾ 6×5 30, ആ 30 പോയിൻറ്റ്സ് ആരിന് അക്ബർ കൊടുത്തു. പക്ഷേ 30 പോയിൻറ്റ്സും കൂടി കൂട്ടിയാലും ഒരിക്കലും കുറച്ചാലും അനീഷിന് ഫസ്റ്റ് കിട്ടില്ല. കാരണം 30 പോയിൻറ്റ് കുറച്ചാലും 131 പോയിൻറ്റ് ആരിന് കിട്ടും. അപ്പോൾ ആരിൻ തന്നെയാണ് ഫസ്റ്റ് കിട്ടാനായിട്ടുള്ള ഏറ്റവും ആ ഒരു നമ്മളൊരു കളി കളിച്ചു കഴിഞ്ഞാൽ, ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അത് ജയിച്ച ആൾ തന്നെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഒരു സവിശേഷ അധികാരമാണ് ആരിന് കിട്ടിയിരിക്കുന്നത്, ഒരു പവർ. ടിക്കറ്റ് ടു ഫിനാലയുടെ ഒരു ടാസ്ക് ഉണ്ടല്ലോ, മേ ബി 5 ദിവസത്തെ ടാസ്ക് ആയിരുന്നു തോന്നുന്നു. എല്ലാ വീക്കിലും നമ്മൾ എല്ലാ സീസണിലും നമ്മൾ കാണുന്ന ഒരു 5 ദിവസത്തെ ടാസ്ക് ആയിരിക്കും. ഈ 5 ദിവസം 3 ദിവസം അല്ല 5 ദിവസം ഈ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആളാണ് ടിക്കറ്റ് ഫിനാലയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എന്തോ ഒരു സവിശേഷ അധികാരം, ഒരു പവർ കിട്ടും. ഈ ഒരു ടാസ്കിൽ ജയിച്ച ആൾക്ക് ഒരു അധികാരം, ഒരു പവർ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണെന്നുള്ളത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് പണി കിട്ടിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ 3 പേരാണ്. ഒന്ന് അനീഷ്, ഒന്ന് ഷാനവാസ്, ഒന്ന് അനുമോള്. ഇവർക്ക് 3 പേർക്കാണ് പണി കിട്ടിയേക്കുന്നത്. അപ്പോൾ അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ദീപാവലിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന യാതൊരു തരത്തിലുള്ള ഗിഫ്റ്റും കൊടുക്കത്തില്ല. രണ്ടാമതായിട്ട് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് പറയുന്നത് വരെ ഈ നിമിഷം മുതൽ മധുരം കഴിക്കാൻ പാടില്ല. ഇത് രണ്ടുമാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഷാനവാസിന് കിട്ടിയിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഉപ്പുള്ള ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഉപ്പുള്ള ഭക്ഷണങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അനീഷിന് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ കിട്ടിയ ഭക്ഷണത്തിൽ നിന്ന് ഒരാൾക്ക് 3 നേരവും ഒരാൾക്ക് സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ 3 പേർക്കും പണി കിട്ടി. അതിൽ ഏറ്റവും നമ്മൾ കടുപ്പം പിടിച്ച പണി എന്ന് പറഞ്ഞാൽ ഷാനവാസിന് കിട്ടിയതാണ്. ഉപ്പില്ലാതെ ഇത് എങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും ഉപ്പില്ലാത്ത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉപ്പിടാതെ മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞ് പുള്ളി കിച്ചണിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് പണി. അപ്പോൾ എന്തായാലും ലൈവ് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. കള്ളത്തരമൊക്കെ നടന്നതൊക്കെ കയ്യോടെ പിടിച്ചു. ആരിൻ്റെ അസഭ്യമായ ആംഗ്യമൊക്കെ കയ്യോടെ പിടിച്ച് ബഹളമൊക്കെ ഉണ്ടായി ഗൈസ്.